പി ശ്യാമരാജ്, താങ്കളെ പോലെ തന്നെ ബി.ജെ.പിയുടെ വക്താവും ബി.ജെ.പി നേതാവുമായ എൻ്റെ സുഹൃത്തു കൂടിയാണ് യുവരാജ് ഗോകുൽ ഇങ്ങനെ എഴുതുന്നത്. ഇന്ന് പകൽ മുഴുവൻ ടി.ജിക്കൊപ്പം നിൽക്കാൻ സാധിച്ചു എന്നൊരു മഹാഭാഗ്യമായി കാണുന്നു. സൈബർ സ്റ്റേഷനിലെ ഇരുമ്പ് കസയിലിരുന്ന ആ മനുഷ്യൻ അറിവിൻ്റെ ഒരു വലിയ ഭണ്ഡാരം അഴിച്ചു വെച്ചു. ഒരു ഒന്നാന്തരം ബൗദ്ധിക്. എന്താണ് ബുദ്ധി? ഈ പറയുന്ന കുഞ്ഞുങ്ങളെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നും അവരെ വെടിവെച്ച് ശവങ്ങൾ വാരിക്കളാണെന്ന് പറയുന്നതാണ് അയാളുടെ ബൗദ്ധിക്ക്. എന്നിട്ട് യുവരാജ് ഇങ്ങനെ പറഞ്ഞു വരുന്നു, എന്താണ് അവിടെ ഈ പറയുന്ന ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ പ്രാന്ത കാര്യവാഹകം വിഭാഗ് പ്രചാരണവും കോടതിയിൽ അവിടെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് പറയുന്നു എന്താണ് ഈ പറയുന്ന സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട കോടതിയിൽ സംഘത്തിൻ്റെ ജില്ലാ വിഭാഗ് പ്രാന്തീയ അധികാരികളൊക്കെ കാത്തു നിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ടി ജി മോഹൻദാസ് നമ്മുടെ വിഷയം നേർക്കുന്നവർ അതിൽ കണക്ട് ചെയ്യാമെങ്കിലും ടി ജി മോഹൻദാസ് പറഞ്ഞ വൃത്തികെട്ട വർത്താനം RSS തള്ളിപ്പറഞ്ഞത് ഒരു കാപട്യമായിരുന്നു ശ്യാമരാജ്. കൂടെ പോയി നിൽക്കാനാണെങ്കിൽ ഹാഷ്മി നിങ്ങളുടെ ഈ ഡിബേറ്റിൻ്റെ മുമ്പ് തുടക്കത്തിൽ നിങ്ങൾ നടത്തുന്ന ഈ കഥാപ്രസംഗം പോലെ വേണമെങ്കിൽ എന്തൊരു അധമ മാധ്യമ പ്രവർത്തനമാണ് താങ്കൾ നടത്തുന്നതൊക്കെ എനിക്കാണെങ്കിൽ തുടക്കത്തിൽ ചോദിക്കാം. കാരണം ഈ വിഷയത്തിൽ നമ്മൾ തന്നെ ഇരുന്ന് ചർച്ച ചെയ്തതാണ്. ഈ വിഷയത്തിൽ നമ്മൾ തന്നെ മിനിറ്റുകളോടെ നിന്ന് തർക്കിച്ചതുമാണ്. അതിലെന്താണ് ഞങ്ങളുടെ നടപടിയെന്നും ഞങ്ങളുടെ നിലപാടുകളെന്നും എത്രയോ തവണ വിശദീകരിച്ച് കഴിഞ്ഞു തന്നെയാണ്. നിലവിലെ കേരളത്തിലെ ഭരണകക്ഷിക്കോ അതോടൊപ്പം തന്നെ CPM-നും എല്ലാം നിലവിൽ കേരളത്തിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങളിൽ നിന്ന് ചർച്ച മാറ്റേണ്ടത് കൊണ്ട് പല വിഷയങ്ങൾ എടുത്തുകൊണ്ടുവരും. ആ വിഷയത്തിൽ ഇങ്ങനെ തൂങ്ങിക്കടിച്ചുകൊണ്ട് വീണ്ടും ഇത് തന്നെ ചർച്ച ചെയ്യാൻ പറഞ്ഞ വല്ലാത്ത കഷ്ടമാണ് എൻ്റെ ഹാഷ്മി. ഇതൊക്കെ എത്രയോ തവണ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എത്രയോ തവണ ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത്? ആ വാക്കുകളൊന്നും അല്ല പ്രശ്നം. അല്ല ആ വാക്കുകളൊന്നല്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രധാനമന്ത്രിയുടെ മാതാവിനെ, മരിച്ചുപോയിട്ടുള്ള മാതാവിനെ അടക്കം എത്രയോ മോശമായിട്ട് ഇവിടെ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി, ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി പറഞ്ഞിട്ടും ഹാഷ്മി ചർച്ചയ്ക്ക് എടുത്തോ? ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മുഴുവൻ ഞങ്ങൾ പരാതി കൊടുത്തു. ഹാഷ്മി ചർച്ചയ്ക്ക് എടുത്തോ? ഈ വിഷയം പ്രധാനമന്ത്രിയല്ലേ പറയുന്നത്? പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയ അമ്മേനല്ലേ പറയുന്നത്? എന്താ നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാത്തത്? എന്താ ഒരു വാർത്ത പോലും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത്? എന്താ നിങ്ങൾക്ക് ഈ സർക്കാരിന്റെ പ്രതിനിധിയോട് ചോദിക്കാൻ വേണ്ടി പറ്റാത്തത്? നമ്മൾ കുറെ ദിവസമായാലും ചർച്ചയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഈ വിഷയത്തിന് എത്ര തവണ ഞങ്ങൾ ജാൻമണി എന്താണ് നിങ്ങൾക്ക് അറിയില്ലേ? പേര് പോലെ നിങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മരിച്ചുപോയ ഒരു സ്ത്രീക്കെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. മരിച്ചുപോയ ഒരു സ്ത്രീക്കെതിരെയാണ് മോശമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മാതാവിനെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ഹാഷ്മിക്ക് പൊള്ളാത്തത്? അങ്ങനെ നിങ്ങളുടെ ഹാഷ്മി ഇത് ഇയാൾക്കൊരു കുറ്റബോധത്തിന് തരിമുണ്ടായിട്ടുണ്ടോ? ഇയാൾ പിന്നെയും ആവർത്തിച്ച് ന്യായീകരിക്കായിരുന്നില്ലേ? ഒന്നാമത് ജാൻമണിയെയും മോഹൻദാസിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ശ്യാമരാജ്, ഈ പറയുന്ന TG നിങ്ങളുടെ ബൗദ്ധിക സംഘത്തിന്റെ തലവനായിരുന്നു, ജാൻമണിയെ പോലെയല്ല. പറഞ്ഞത് വന്ധ്യവയോധകയായിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ്. മനസ്സിലായോ? ഒരു കേസും എടുത്തിട്ടില്ല. ഹാഷ്മി ഒന്നും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മാതാവിനെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യനെ പോലെ ജാൻമണി മാപ്പ് പറഞ്ഞില്ലേ ശ്യാമരാജ്? ഇയാൾ മനുഷ്യനെ പോലെ മാപ്പ് പറഞ്ഞോ? അതിനുശേഷം എന്താ പറഞ്ഞത്? മനുഷ്യവിരുദ്ധത പറഞ്ഞിട്ട് ഇയാൾ മനുഷ്യവിരുദ്ധതയും വൃത്തികേടും തോന്നിയവാസം പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞോ? അതിനെ ന്യായീകരിക്കായിരുന്നില്ലേ? അയാളെ സ്വീകരിക്കാനല്ലേ സംഘത്തിന്റെ പ്രാന്തകാര്യവാഹ പ്രമുഖന്മാരൊക്കെ പോയി കാത്തിരുന്ന കോടതിക്ക് മുന്നിൽ? ഈ വിഷയത്തിൽ ചർച്ച നടത്തിയതാണല്ലോ ഹാഷ്മി. എന്തെങ്കിലും കിട്ടുമ്പോൾ ഈ എല്ലിക്കഷ്ണത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന മാതിരിയുള്ള റേറ്റിംഗിന് വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള ചർച്ചകൾക്കാണ് അധമ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്റെ കയ്യിലെ ടെലിപ്രോംപ്റ്റർ ഉണ്ടെങ്കിൽ ഞാൻ നോക്കി വായിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ഇതിന് ഉത്തരം ഞാൻ എത്ര തവണ ഞാൻ പറഞ്ഞതാണ്. ഒരു ടെലിപ്രോംപ്റ്റർ കൊണ്ടുവരാം. എത്ര തവണയാണ് എന്നാലും ശ്യാം പറ, ഈ പറയുന്ന ഇയാളുടെ ഈ നാലാംകിട വർത്താനം തള്ളിപ്പറഞ്ഞ നിലപാട് വ്യാജമായിരുന്നില്ലേ? വ്യാജമല്ലായിരുന്നെങ്കിൽ എന്തിനാണ് സംഘത്തിന്റെ പ്രധാന നേതാക്കൾ അയാളെ പോയി കാത്തുകെട്ടി നിൽക്കുന്നത്? അങ്ങനെയെങ്കിൽ ഹാഷ്മി നിങ്ങൾ കാണിക്കുന്നതും ഇരട്ടത്താപ്പാണ്. നിങ്ങൾ സോഷ്യൽ കമ്മിറ്റ്മെന്റിന് അപ്പുറത്തേക്ക് ടെലിവിഷൻ റേറ്റിംഗിന് വേണ്ടിയിട്ടുള്ള വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് തന്നെ പിന്നെയും ഒരു വിഷയം തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള നിങ്ങളുടെ റേറ്റിംഗിന് വേണ്ടിയിട്ടുള്ള ചർച്ച നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയുടെ മരിച്ചു പോയിട്ടുള്ള എത്രയോ പ്രായമുള്ള സ്ത്രീയെ കുറിച്ചിട്ട് വരെ മോശമായിട്ട് പറഞ്ഞ ജാൻമണി എന്നുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, എന്തായാലും അറിയപ്പെടുന്ന വ്യക്തിയാണല്ലോ. ഈ ചർച്ചയിൽ നിങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല. ശരി, ഞാൻ തള്ളി പറയുന്നു. ജാൻമണി തന്നെ മാപ്പ് പറഞ്ഞേ. ജാൻമണി തന്നെ മാപ്പ് പറഞ്ഞു. ഞാൻ തെറ്റായി മാപ്പ് പറയുന്നു. ജാൻമണി പോലെ തള്ളി പറഞ്ഞു. ഇയാൾ തള്ളി പറഞ്ഞോ?
5 മിനിറ്റ് ഇയാള് വൃത്തികേട് പറഞ്ഞത് ഒരു തെറ്റാണെന്ന് പറഞ്ഞു. ഹാഷ്മി തള്ളിപ്പറയേ. ഹാഷ്മിയുടെ ആദ്യത്തെ വാചകം എന്താ? നിങ്ങളുടെ ഈ ചർച്ചയിലെ ഇൻട്രോ എന്താണ്? അതിനോട് നിങ്ങൾ മാന്യത പുലർത്തുന്നുണ്ടെങ്കിൽ, അതിനോട് നിങ്ങൾ സത്യസന്ധത പുലർത്തുന്നുണ്ടെങ്കിൽ തള്ളിപ്പറയേ. ജാൻമണിയെ പറയുന്നു. ജാൻമണി കേരളത്തിന്റെ ആരാണ്? ജാൻമണി ബി ജെ പിക്ക് ആരാണ്? ജാൻമണി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ആരാണ്? ജാൻമണി ആരാണ്? മോഹൻദാസ് ബി ജെ പിയുടെ ഈ പറഞ്ഞ ഇന്റലിജൻസ് സെല്ലിന്റെ ബൗദ്ധിക സെല്ലിന്റെ തലവനാണ്. ഒരു സ്ത്രീ പറഞ്ഞതാരാന്നല്ല, പറഞ്ഞതാരാണെന്ന് പ്രധാനമാണ്. ഞാൻ പറയുന്നു, പ്രധാനമാണ്. കേരളത്തിലെ എന്നല്ലേ ഒരു സ്ത്രീയെ പറയട്ടെ, ഒരു സ്ത്രീയെ കുറിച്ചിട്ട് മോശമായിട്ട് പറയാൻ പാടില്ല. ഒരു സ്ത്രീയെ കുറിച്ചിട്ട് മോശമാക്കി പറയാൻ പാടില്ല. പാടില്ല. ഹാഷ്മി തള്ളി പറയും. ഹാഷ്മി പ്രധാനമന്ത്രിയുടെ അമ്മയല്ല. ഒരു സ്ത്രീയെയും തള്ളി പറയാൻ പാടില്ല. ഒരു സ്ത്രീയോട് വൃത്തിയോട് പറയാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഹാഷ്മി തള്ളി പറയുന്നേ. ആർക്കാ തർക്കം? അല്ല, ജാൻമണിയെ തന്നെ തള്ളി പറഞ്ഞു. ജാൻമണിയെ തന്നെ തള്ളി പറഞ്ഞു. ഇവിടെ ശ്യാംരാജ് വന്നിരുന്ന ഒരു 4ാംകിട വൃത്തികേട് പറഞ്ഞിട്ട് മാപ്പ് പറയാൻ മടിയില്ലാത്ത ഒരുത്തിന് വേണ്ടി ന്യായീകരിക്കുക. ഇവിടെ 4ാംകിട വൃത്തികേട് വർത്താനം പറഞ്ഞിട്ട് അതിലൊട്ടും ഖേദമില്ലാത്ത ഒരു മനുഷ്യവിരുദ്ധത്തിന് വേണ്ടി ന്യായീകരണം പറയാം. ശ്യാംരാജ് കഷ്ടമാണേ. ശ്യാംരാജൊക്കെ ബോധവും വിവരമുള്ള മനുഷ്യരല്ലേ? അങ്ങനെ ചെയ്യാവോ? വെറും ഫേക്ക് ആണ് നിങ്ങൾ. ഹാഷ്മി എന്ന് പറയുന്നയാൾ വെറും ഫേക്ക് ആണ്. നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ, നിങ്ങളുടെ തുടക്കത്തിലെ ലെവലേശമെങ്കിലും മാന്യതയോ സത്യസന്ധതയോ കാണിക്കുന്നെങ്കിൽ തള്ളിപ്പറയേ. താങ്കൾ ടി.ജി. മോഹൻദാസിനെ അവിടുത്തെ അല്ല ശ്യാംരാജ്, താങ്കളുടെ ഇരട്ടത്താപ്പ് ജനം തിരിച്ചത് കാരണം എന്താണെന്നറിയോ? ടി.ജി. മോഹൻദാസിന്റെ വൃത്തികെട്ട വർത്താനം തള്ളിപ്പറയുന്ന RSSന്റെ നേതാക്കൾ ടി.ജി. മോഹൻദാസിനെ കാണാൻ വേണ്ടി പോയി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതോ ജാൻമണിയെ ചാരി ഈ ടി.ജിയെ താങ്കൾ ന്യായീകരിക്കുക. അല്ലല്ല, ഏതോ ജാൻമണിയെ ചാരി ടി.ജിയെ താങ്കൾ ന്യായീകരിക്കുക. ഏതോ ജാൻമണിയെ ചാരി എന്റെ തുടക്കത്തിലെ നിലപാട് അത് തന്നെയാണ്. ജാൻമണിയല്ല, ടി.ജി. മോഹൻദാസ് അല്ല, സാക്ഷാൽ നരേന്ദ്രമോദിയാണെങ്കിലും മറ്റൊരു സ്ത്രീയെ മോശം പറയാൻ പാടില്ല. അത് അങ്ങനെ തന്നെയല്ലേ ശ്യാംരാജ്? അത് അണ്ടർസ്റ്റുഡ് ആണ്. അത് അണ്ടർസ്റ്റുഡ് ആണ്. അത് അങ്ങനെ തന്നെ ആരാണെങ്കിലും. ഞാൻ പറഞ്ഞു പറഞ്ഞല്ല, ആരാണെങ്കിലും ഏത് പൊന്നുതമ്പുരാനാണെങ്കിലും സ്ത്രീ അധിക്ഷേപം നല്ലതല്ല. എന്റെയും എന്റെ പ്രസ്ഥാനത്തിന്റെ നിലപാട് അത് തന്നെയാ. പക്ഷെ അത് ന്യായീകരിക്കാൻ വേണ്ടി ജാൻമണി എടുത്തുകൊണ്ട് വരുന്നത് എന്തിനാണ്? RSSന്റെ പ്രാന്ത നേതാക്കൾ അവിടെ പോയി ഇയാളെ കാത്തു നിൽക്കേണ്ട കാര്യം എന്താണ്? അപ്പൊ പുറത്ത് തള്ളി പറയുകയും ഉള്ളിൽ ചേർത്ത് പിടിക്കുകയും ചെയ്യാണ്. അതിനാണ് കാപട്യം എന്ന് പറയുന്നത്. എക്സാക്ട്ലി ഇരട്ടത്താപ്പ്. ആ വാക്ക് തന്നെ എനിക്ക് കിട്ടിയില്ല വാക്ക്. എക്സാക്ട്ലി ആ ഇരട്ടത്താപ്പ് ആ വാക്ക് തന്നെയാണ്. ഹാഷ്മി പറയില്ലേ, നിങ്ങൾ ഈ വൈകുന്നേരം ഈ ചാനലിൽ ടെലിപ്രോംപ്റ്ററിൽ വന്നിരുന്നിട്ട് പറയുന്നില്ല ഇരട്ടത്താപ്പാണ്. അത് തന്നെ ഇരട്ടത്താപ്പ് ആ വാക്കാണ്. ഒരു സത്യസന്ധതയില്ല. അതായത് പറഞ്ഞതിനെ തള്ളി പറയുകയാണ്, എന്നിട്ട് ആ പറഞ്ഞ വൃത്തികേട് പറഞ്ഞ ആളെ കാത്തിരിക്കാൻ വേണ്ടി അവിടെ പോയി ക്യൂ നിൽക്കുകയാണ്. അതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. സത്യസന്ധതയില്ല നിലപാടെന്ന് പറയുന്നത്. കറക്റ്റാണ് താങ്കൾ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.